അതിലൊന്നും പങ്കെടുക്കുന്നില്ല, അതിലൊന്നും ഇരിക്കുന്നില്ല, അവർക്കൊന്നും ചെവി കൊടുക്കുന്നില്ല. ഒടുവിലതാ എല്ലാവരും വന്ന് പുച്ഛിക്കുകയാണ്, പരിഹസിക്കുകയാണ്. ഇയാളെന്താണ്, ഇയാളാരാണ്? ആ താടി പിടിച്ച് കുലുക്കിയിട്ട് പറയുകയാണ്, തുർക്കിയിൽ ഇതുപോലെ ഒരു കഴുതയുണ്ട്, തുർക്കിയിൽ ഇതുപോലെ ഒരു കഴുതയുണ്ട്, ആ കഴുതയ്ക്ക് ഇതുപോലെ താടിയാണ്. ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹുവിനെ പരിഹസിക്കുകയാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാത്തിരിക്കുകയാണ് ഉസ്താദുമാരെ കരിവാരിത്തേക്കാൻ, ആലിമീങ്ങളെ പുച്ഛിക്കാൻ, മശായിഖന്മാരെ പരിഹസിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര കിടന്ന് ഉറഞ്ഞു തുള്ളിയാലും ഈമാൻ ഹൃദയത്തിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ അവര് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വഴിയിലൂടെയല്ലാതെ അതിൽ നിന്നൊരണുകിട അവര് വ്യതിചലിക്കൂല, അതിൽ നിന്നൊരണുകിട അവര് പിന്തിരിയൂല. മഹാനായ ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹുവിനെ പരിഹസിക്കുകയാ, കളിയാക്കുകയാണ്, ആ വേഷം നോക്കിയിട്ട് പുച്ഛിക്കുകയാണ്, ആ രൂപം കണ്ടിട്ട് പരിഹസിക്കുകയാണ്. അപഹാസ്യനായി ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു കപ്പലിന്റെ ഓരപ്പിരിക്കുമ്പോ കടലിന്റെ കോളുമാറുകയാണ്, തിരമാലകൾക്ക് ശക്തി കൂടുകയാണ്, കപ്പൽ ആടി ഉലയുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണ്, കുഞ്ഞുങ്ങൾ നിലവിളിക്കുകയാണ്, സ്ത്രീകൾ അത്ഭുതപ്പെടുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും മുറവിളി കൂട്ടുകയാണ്, മരിക്കുമെന്ന് ഉറപ്പ് വരുത്തുകയാണ്, കടലിലേക്ക് എടുത്തെറിയപ്പെടുമെന്ന് ഉറപ്പ് വരുത്തുകയാണ്. ആഴമുള്ള കടലിന്റെ ഉള്ളറയിലേക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ട് ശവങ്ങളായിട്ട് വന്നടിയേണ്ടി വരുമെന്ന് അവർ ഉറപ്പിക്കുകയാണ്. ആ സമയത്തതാ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ പൊരുത്തം നേടിയ ബഹുമാനപ്പെട്ടവർ, രാജാധികാരത്തിന്റെ സീമകളെ പടച്ചവന്റെ പൊരുത്തത്തിനു വേണ്ടി പുല്ലുപോലെ വലിച്ചെറിഞ്ഞ സൂഫി ചക്രവാളത്തിന്റെ രാജകുമാർ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. കരുണയുള്ള അല്ലാഹ്, കൃപയുള്ള അല്ലാഹ്, ഈ അപകടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ആ ഒരൊറ്റ പ്രാർത്ഥനയോടുകൂടി ആടികുലഞ്ഞ കപ്പല് നിൽക്കാൻ തുടങ്ങുകയാണ്. സമസ്തയുടെ സമുന്നതരായ നേതാക്കളുടെ ചരിത്ര ഹൃദയത്തിലൂടെ ഒഴുകിയെത്തുന്ന വല്ലപ്പുഴയില് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിന്റെ ദുആ നിങ്ങൾക്ക് മറക്കാൻ പറ്റോ? കോഴിക്കോട് കടപ്പുറത്ത് സാക്ഷിയാക്കിയിട്ട് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ദുആ നിങ്ങൾക്ക് മറക്കാൻ പറ്റോ? 90-ാം വാർഷികത്തിന് കോഴിക്കോട് കൊടുവള്ളിയിലെ വാവാട് മാടപ്രാവിന്റെ പരിശുദ്ധിയോടെ ജീവിക്കുന്ന വാവാട് കുഞ്ഞിക്കോയ ഉസ്താദ് അല്ലാഹുവേ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. സമ്മേളനത്തിന്റെ തുടക്കത്തിൽ കസേരയിരുന്ന് കൈകൂട്ടി വെച്ചിട്ട് ചെയ്ത പ്രാർത്ഥന നമുക്ക് മറക്കാൻ പറ്റുമോ? മഹാരഥന്മാരുടെ പ്രാർത്ഥന അത്രമേൽ അല്ലാഹുവിന്റെ അർശ് കുളിപ്പിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ. അവരെ കണ്ണ് നിറഞ്ഞാൽ, അവരെ കണ്ടമിടറിയാൽ, അവരെ നാവൊന്ന് പതറിയാൽ, അവരെ മനസ്സൊന്ന് പിടഞ്ഞാൽ അവരാവശ്യപ്പെടുന്ന കാര്യത്തിന് അവിടെ കബൂലിയത്ത് റെഡിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, വീടിന് വേണ്ടി ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. ആ പ്രാർത്ഥന നിങ്ങൾ മറക്കരുതേ. ബറക്കത്തോടെ ജീവിക്കണം. മക്കൾക്ക് ബറക്കത്തുണ്ടാവാൻ ചെറുതിലെ തന്നെ എല്ലാ പ്രാർത്ഥനകളും പഠിപ്പിക്കണം. ആഹാരത്തിൻ്റെത്, വസ്ത്രത്തിൻ്റെത് ഒക്കെ പഠിപ്പിക്കണം. അവര് മദ്രസയിൽ നിന്ന് പഠിച്ചു വരുന്നത് അവര് വീട്ടിലേക്ക് എത്തുമ്പോൾ മറന്നു പോകാൻ പാടില്ല ഒരിക്കലും. ഞാനിപ്പോ നമ്മുടെ ജില്ലയിൽ ഈ സന്ദേശയാത്രയൊക്കെ വരുന്നത് കൊണ്ട് കുറെ റേഞ്ച് യോഗത്തിലൊക്കെ